ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി മുട്ട കൊണ്ട് നല്ല വെറൈറ്റി ആയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കി രുചി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതേപോലെ തന്നെ വീണ്ടും വീണ്ടും തയ്യാറാക്കി കഴിക്കും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. ഇതിനു വേണ്ടി ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിലൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്കൊരു 2 സബോള നീളത്തിൽ കട്ട് ചെയ്തെടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതോ പേസ്റ്റോ ഒന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. അത് വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു മസാലക്കൂട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കുത്തും മണമൊന്നുമില്ലാത്ത നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതുപോലെ ചെറിയ സ്പൂൺ അളവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു 1/4 സ്പൂൺ അളവിൽ പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം പിന്നെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഈ ഒരു കൂട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്ക് അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിൻ്റെ അളവിൽ 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഗോതമ്പ് പൊടിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിവിടെ മൈദയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഇതുപോലെ ചെയ്യുമ്പോൾ മൈദയിൽ ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ഇനി ഇതുപോലൊരു സ്പൂൺ അളവിൽ 1 സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മധുരം മുന്തി നിൽക്കുകയൊന്നുമില്ല. ലൈറ്റായിട്ട് നമുക്ക് ഈ ഒരു പലഹാരത്തിന് അവിടെ ഇവിടെയൊക്കെ ബ്രൗൺ കളർ കിട്ടാനാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് ഒരു നുള്ള് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല. ആദ്യം പകുതി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുക. എന്നിട്ട് പോരാതെ വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഞാനിവിടെ ആ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വെള്ളം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി വേറെ വെള്ളമൊന്നും ആവശ്യമില്ല. നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചിട്ടെടുക്കാം. അങ്ങനെ ഞാനിവിടെ നന്നായിട്ട് കുഴച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. ഞാനിവിടെ 4ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ബോൾ ഷേപ്പിലാക്കി മാറ്റുന്നുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വലിപ്പത്തിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് റെഡിയാക്കി എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒരു ബോൾ വീണ്ടും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ചെറുതാക്കുന്നുണ്ട്. ഒരെണ്ണം 2ആയിട്ട്. ഈ മാവ് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ ഒരുപാട് കട്ടിയും വേണ്ട, എന്നാൽ നല്ല നൈസായിട്ടും ഇരിക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മാവ് ചെറുതാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ പൊടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഒരെണ്ണം ഇതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ മറ്റേതും പരത്തിയെടുക്കാം. അതുപോലെ എല്ലാ മാവും ഇതുപോലെ തന്നെ പരത്തിയെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് നേരത്തെ മസാല വേവിക്കാനായിട്ട് വെച്ചിരുന്നത് വെന്തോന്നൊന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിങ്സിനായിട്ടുള്ള ആ ഒരു മസാലക്കൂട്ടും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു പരന്ന ഇതുപോലെ കുഴിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലേക്ക് പരത്തിയെടുത്ത ഒരു മാവ് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇതിനുള്ളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഫില്ലിങ്സിനായിട്ടുള്ള കൂട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് പുറത്തോട്ട് പോവാത്ത രീതിയിൽ ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഈ ഒരു മുട്ട പുറത്തോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കുറച്ച് കുഴിയുള്ള പാത്രം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഞാനിതിൻ്റെ വക്കെല്ലാം നന്നായിട്ട് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആദ്യം ഇതുപോലെ ഒട്ടിച്ചെടുത്തതിന് ശേഷം മാത്രം ഇതിൻ്റെ വക്കെല്ലാം കൂടെ ഇതുപോലെ ഒന്നിച്ചൊന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു കിഴി പോലെ ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകം നമുക്ക് നല്ല ബുൾസയൊക്കെ ആയിട്ടുള്ള ആ ഒരു ടൈപ്പിലാണ് നമുക്കിത് വെന്ത് കിട്ടുക. ഇതിൻ്റെ ആ ഫില്ലിങ്സ് ഒന്നും പുറത്തു പോവാത്ത രീതിയിൽ നന്നായിട്ട് മടക്കി ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ എല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇത് ഒരു ഭാഗം നന്നായിട്ട് വേവാതെ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഇത് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്ക് കുറച്ചൊന്ന് വേവിച്ചതിന് ശേഷം മാത്രം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 1/4 ഭാഗം കുക്കായി വന്നപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ഫ്ലെയിം കൂടിപ്പോയാൽ ഈ ഒരു മാവും ഉള്ളിലൊന്നും വെന്ത് കിട്ടാതെ പെട്ടെന്ന് തന്നെ പുറം ഭാഗം കരിഞ്ഞു പോവും. അപ്പോൾ ഇത് എത്ര സമയമാണോ വേവാനായിട്ട് എടുക്കുന്നത് അത്രയും സമയം വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒന്നുകൂടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം വെന്ത് കിട്ടിയ അതുപോലെ വേണം നമുക്ക് താഴത്തെ ആ ഒരു ഭാഗം കൂടെ വെന്ത് കിട്ടാനായിട്ട്. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. പൊട്ടിപ്പോവാതെ നോക്കണം. അപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അധികം എണ്ണ കുടിക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ്.
അപ്പോൾ ഞാനിവിടെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഈ ഒരു മുട്ട ബുൾസൈ ടൈപ്പിൽ വെന്ത് കെട്ടിയിട്ടുള്ളത് നല്ല പൊട്ടി ഒലിക്കും. ആ ഒരു ഫില്ലിങ്സ് ആണ് നല്ല പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.